നമസ്കാരം. റിയാക്റ്റും ഫയർബേസും ഉപയോഗിച്ച് ഗൂഗിൾ ക്ലോൺ ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത ഈ ആപ്പിനെ നമുക്ക് റിയൽ ഗൂഗിളുമായിട്ട് കണക്റ്റ് ചെയ്യാം. അതായത് നമ്മളിവിടെ ആ സെർച്ച് ബോക്സിൽ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ സെർച്ച് ബോക്സിൽ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഗൂഗിൾ API വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ സെർച്ചിൽ നിന്ന്, അതായത് ഗൂഗിളിൽ നിന്നുള്ള ഡാറ്റാസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ റിട്രൈവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് ഈ കസ്റ്റം സെർച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ API നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. അതായത് നമുക്കൊരു ഗൂഗിൾ API കീ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു API കീ ജനറേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്രസ് ബാറിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് കസ്റ്റം സെർച്ച് API എന്നൊന്ന് സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ, കസ്റ്റം സെർച്ച് API എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും തുറന്നു വരിക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും തുറന്നു വരിക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഗെറ്റ് കീ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. അപ്പോൾ ഈ കീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഒരു URL വെച്ചിട്ട് മാക്സിമം ഡയറി ഇത്ര കൊറി മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കുറേ ലിമിറ്റേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നതിൽ. അപ്പോൾ നിങ്ങളെ കീ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ സെക്യൂർ ആക്കി വെക്കുക. അത് വേറൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഈ ഗെറ്റ് കീയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലൊരു ബോക്സ് ആയിരിക്കും തുറന്നു വരിക. ഇതിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രൊജക്റ്റുകളും നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, ആ പ്രൊജക്റ്റുകളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രൊജക്റ്റ് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൽ നിന്നുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ കീ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ കീ ക്രിയേറ്റ് ചെയ്യോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഷോ കീയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ കൊടുത്ത കീ ഏതാണോ അത് നമുക്കിവിടെ വന്ന് ഷോ ചെയ്ത് വരും. ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ വന്ന് അത് കോപ്പി ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ജസ്റ്റ് ഒരു കീ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് പോവുക. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. കീ എന്നുള്ള പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫയലിൻ്റെ പേര് ഞാൻ കീസ് ഡോട്ട്, അതിനുശേഷം ഞാനിവിടെ വന്ന് JS എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഒരു JS ഫയൽ നമ്മൾ ആ കീ ഒക്കെ API കീ ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആ കീവിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് എക്സ്പോർട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് API കീ എന്ന് ചേർത്ത് കൊടുത്തു. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു API കീ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. API_ കീ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു, എന്നിട്ട് ഇവിടെ ഈ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ കീ ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ആ API കീ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് എക്സ്പോർട്ട് എന്ന് എഴുതിയതിന് ശേഷം നമുക്കിവിടെ വന്ന് ഡിഫാൾട്ട്, എന്നിട്ട് ഇവിടെ വന്ന് ആ API കീ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ API കീ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ API കീ ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഈ ഫയൽ സേവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ API കീ നമുക്ക് പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ API കീ എന്നുള്ളത് അവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതേപോലെ ഞാനിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ ഫയലും ഞാനിവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതും ഞാനിവിടുന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് ആവശ്യമായിട്ട് വരുന്നില്ല, കാരണം നമ്മൾ ചെയ്യുന്നത് സെക്യൂർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് രണ്ടും ഇവിടുന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായി ഒരു കസ്റ്റം ഹുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കസ്റ്റം ഹുക്ക് എന്ന് പറയുന്നത് നമ്മൾ പല ഹുക്കുകൾ പഠിച്ചിട്ടുണ്ട്, യൂസ് എഫക്റ്റ്, അതേപോലെ തന്നെ അങ്ങനെ കുറേ ഹുക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു
ഹുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഹുക്ക് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുന്നത് എ പി ഐനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന സെർച്ച് റിസൾട്ടുകളൊക്കെ ഒരു ഹുക്കായിട്ട് നമുക്ക് നമ്മുടെ കമ്പോണൻസിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കസ്റ്റം ഹുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഗൂഗിൾ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു നമ്മുടെ എ പി ഐ കീ ഒന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, CSE എന്നിട്ടതിന് ശേഷം CSE എന്നിട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വിസിബിൾ ചെയ്താലൊന്നും പ്രശ്നമില്ല. ഇനി ഇവിടെ വന്ന് എന്ത് ചെയ്യുക, സൈൻ ഇൻ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ സൈൻ ഇൻ ഗൂഗിൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ ആൾറെഡി ചെയ്തതൊന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ആഡിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏത് സൈറ്റിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ സൈറ്റിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈറ്റിൻ്റെ പേര് www.google.com എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കൊടുത്ത പേര് ഇവിടെ കാണിച്ചു തരും. ഇനി നമ്മൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്നില്ല, അതായത് നമ്മൾ ഹ്യൂമൻ ചെക്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ക്രിയേറ്റ് ആവുകളൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് എഡിറ്റ് സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ നേരെ താഴെയായിട്ട് ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ നേരെ താഴെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് എൻ്റയർ വെബ് എന്നുള്ളിടത്ത് ഇത് ഓഫാണ്, ഇതൊന്ന് ടോഗിൾ ചെയ്ത് ഓൺ ആക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവിടെ ഒരു പുതിയൊരു സെർച്ച് എഞ്ചിൻ ID നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ക്ലിപ്പ് ബോർഡിലേക്കൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും ഭാഗം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോയതിന് ശേഷം നമ്മളിവിടെ വന്ന് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഫയലിൻ്റെ പേരായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് യൂസ്, അതായത് ഇതാണ് നമ്മൾ ഹുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസ് ഗൂഗിൾ സെർച്ച് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ സെർച്ച് .js എന്നുള്ള ഈ ഫയലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ ES7 ഉപയോഗിച്ചിട്ട് നമ്മൾ RFCE എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു കമ്പോണൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ കമ്പോണൻറ്റ് നമുക്ക് ഈ രൂപത്തിലല്ല വേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് കോൺസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ആരോ ഫംഗ്ഷനാക്കി മാറ്റാം. അപ്പോൾ ഞാനിവിടെ വന്ന് എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു =2. അതിനുശേഷം ഞാനിവിടെ വന്ന് ഒരു ആരോ ഫംഗ്ഷന് വേണ്ടി ഒരു കമാൻഡ് ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ റിട്ടേൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് ഹുക്സുകൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈ റിയാക്റ്റ് എന്നുള്ളത് കളഞ്ഞതിന് ശേഷം നമുക്കവിടെ യൂസ് സ്റ്റേറ്റ് യൂസ് എഫക്റ്റ് എന്നുള്ള രണ്ട് ഹുക്സുകൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ യൂസ് സ്റ്റേറ്റ് എന്നും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു കോമട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് യൂസ് എഫക്റ്റ് എന്നുള്ളതും ചേർത്ത് കൊടുത്തു. ഇത് രണ്ടും നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, അത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഈ ബ്രാക്കറ്റ് ഇവിടെ ആവശ്യമില്ല, അത് നമുക്ക് ഇവിടുന്ന് കളയാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത API കീനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആ API കീ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഇമ്പോർട്ട് എന്ന് എഴുതുക, ഇമ്പോർട്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, API _ കീ എന്ന് ചേർത്ത് കൊടുത്തു. അത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ആ API കീ നമ്മൾ ആ ഫയലിൻ്റെ പേര് എന്ന് പറയുന്നത് keys.js ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഫയലിൻ്റെ പേര് നമുക്കിവിടെ വന്ന് ജസ്റ്റ് ചേർത്ത് കൊടുക്കുക, കീസ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി, JS കൊടുക്കൽ നിർബന്ധമല്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കോൺസ്റ്റ് ആയിട്ടൊരു കണ്ടെക്സ്റ്റ് കീ എന്ന് പറഞ്ഞിട്ടൊരു ഇതൊന്ന് കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യുക, കോൺസ്റ്റ് എന്ന് ഇട്ടു. അതിനുശേഷം നമുക്കിവിടെ വന്ന് കണ്ടെക്സ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് കീ എന്നും കൂടി ഇതിൻ്റെ നേരെ താഴെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് ആ സെർച്ച് ചെയ്ത കീ, നമുക്ക് അവിടെ ഒരു കീ കിട്ടിയിട്ടുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് നമുക്കൊരു കീ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ആ കീ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, പുതിയൊരു സ്റ്റേറ്റ്, ഒരു പീസ് ഓഫ് സ്റ്റേറ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ പേര് നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ പേരായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന ഡാറ്റ. അപ്പോൾ എന്ത് ചെയ്യുക, സെറ്റ് ഡാറ്റ. ഇതിൻ്റെ ഉള്ളിൽ നള്ളായിട്ടുള്ളൊരു വാല്യൂ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം,
ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ബ്രാക്കറ്റുകളൊക്കെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, കോൺസ്റ്റ്. അതിനുശേഷം ഇവിടെ വന്ന് ഫെച്ച് ഡാറ്റ എന്നുള്ളൊരു വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു, കോൺസ്റ്റ് വേരിയബിൾ കൊടുത്തു. എന്നിട്ട് അസിങ്കണൈസ്ഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടെ വന്ന് ഒരു ആരോ ഫംഗ്ഷനാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആരോ ഫംഗ്ഷൻ വെച്ച് ഇതുപോലെ ഡാറ്റാസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്ന് വേണ്ട ഡാറ്റാസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഫെച്ച് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഫെച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗൂഗിൾ API എന്നാണ് നമുക്ക് ഡാറ്റാസ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ രൂപത്തിൽ ഗൂഗിൾ API എന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഈ API കീ എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് നേരത്തെ കോപ്പി ചെയ്തതാണ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. കണ്ടക്സ് കീ എന്ന് പറയുന്നത് നമ്മുടെ സെർച്ച് എഞ്ചിൻ ID ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ടേം എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിളിൽ നിന്ന് എന്താണോ സെർച്ച് ചെയ്ത് കിട്ടുന്നത് ആ ഡാറ്റാസാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ബാക്റ്റിക് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം ഇതിൽ സ്ട്രിംഗ് മാനിപ്പുലേഷൻ നമ്മളിതിൽ ഇമ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ദെൻ എന്നിട്ട് ആ റെസ്പോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് റെസ്പോൺസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതാം. ഇനി ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. റെസ്പോൺസ് എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് റെസ്പോൺസ് ഡോട്ട് JSON എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതൊരു JSON ഫോർമാറ്റിലായിരിക്കും ഡാറ്റാസിനെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കിട്ടുന്ന ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് എന്നുള്ള വേരിയബിളിൽ ദെൻ എന്നിട്ട് അതിന് ശേഷം ബ്രാക്കറ്റ് എന്നിട്ട് ഇവിടെ വന്ന് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. റിസൾട്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ആരോ ഫംഗ്ഷന് വെച്ച് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മളിവിടെ വന്ന് ഒരു ആരോ ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ റിസൾട്ട് എന്നുള്ള ഡാറ്റ സെറ്റ് ഡാറ്റ എന്നുള്ളത്, അതായത് നമ്മളിവിടെ ഈ ക്രിയേറ്റ് ചെയ്ത ഈ വേരിയബിളിലേക്ക് ആ റിസൾട്ട് എന്നുള്ള ഡാറ്റാസിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമ്മളിവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഫെച്ച് ഡാറ്റ കിട്ടുന്ന ഡാറ്റാസുകളൊക്കെ നമ്മൾ ഈ വേരിയബിളിൽ നിന്നായിട്ട് ആക്സസ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഒരു ഇവൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടേം എന്നുള്ള ഫംഗ്ഷനാണ്, അതായത് നമുക്കിതിലേക്ക് വരുമ്പോൾ ഈ ടേം എന്നുള്ളതാണ് ഈ യൂസ് എഫക്റ്റിൻ്റെ ഉള്ളിലായിട്ട് വർക്ക് ചെയ്ത് വരേണ്ടത്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന ഡാറ്റാസ് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് റിട്ടേൺ എന്നിട്ടതിന് ശേഷം റിട്ടേൺ എന്നിട്ട് നമുക്ക് ഡാറ്റ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബ്രേസസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. ഈ രൂപത്തിൽ നമ്മൾ ബ്രേസസ് ഓപ്പൺ ചെയ്ത് അതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾക്ക് എല്ലാം ഓപ്പൺ ചെയ്ത ആ ഒരു ബ്രാക്കറ്റ് കൂടിയുണ്ട്, അതുകൂടി ക്ലോസ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫയലൊന്ന് സേവ് ചെയ്തു. ഇതിലൊരു വാർണിംഗ് കാണിച്ചു തരും, അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് വരുന്നത് നമ്മൾ സെർച്ച് പേജിലേക്ക് പോവുക. അതായത് ഏതാണോ നമ്മൾ സെർച്ച് പേജ് അതിലേക്ക് പോയതിന് ശേഷം സെർച്ച് പേജ് എന്നുള്ളതിലേക്ക് പോയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ സെർച്ച് എന്നുള്ളതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വന്ന് പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ സ്റ്റേറ്റ് ആയതുകൊണ്ട് കോൺസ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം നമ്മളിതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, സ്റ്റേറ്റ് എന്നിട്ടതിന് ശേഷം നമ്മൾ ഈ രൂപത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഡാറ്റ എന്നിട്ട് കൊടുത്തു. എന്നിട്ട് യൂസ് സെർച്ച് എഞ്ചിൻ അതിനുശേഷം ടേം എന്ന് ചേർത്ത് കൊടുത്തു. ഈ സെർച്ച് എഞ്ചിൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കൺട്രോൾ സ്പേസ് അമർത്തിയതിന് ശേഷം അതെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ കൊടുത്ത ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു കൺസോൾ വെച്ചിട്ട് നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അതായത് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ ഒരു കൺസോൾ ഡോട്ട് ലോഗ് വെച്ചിട്ട് അതൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അതായത് നമ്മൾ ആ കൊടുത്ത ഡാറ്റാസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയലൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് ഇത് റൺ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റൺ ചെയ്ത് വരുന്നുണ്ട്. റൺ ചെയ്താവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വാണിംഗ് ഉണ്ട്, ആ വാണിംഗ് ഒക്കെ നമുക്ക് പിന്നീട് ശരിയാക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു വേർഡ് സെർച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കേരള എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ പേജിലേക്ക് വന്നു. ഇപ്പോൾ ഇതിൻ്റെ സെർച്ച് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് കൺസോളിൽ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്പെക്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് കൺസോളിൽ പോവുക.
ഓക്കെ, അപ്പോൾ കൺസോളിൽ പോയാൽ നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റായിട്ടൊരു ഒബ്ജക്റ്റ് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ആ കേരള എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട സെർച്ച് റിസൾട്ടുകളൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പേജിൽ നമ്മൾ ജസ്റ്റ് 10 ലെങ്ത്ത് കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അതായത് നമുക്ക് ഇനി ഇതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക്സ് അങ്ങനെയുള്ള ഡാറ്റാസുകളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. ഇതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ കേസ് ഇമേജോ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് അടുത്ത ടാസ്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് API എങ്ങനെ നമ്മുടെ വെബ് പേജുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു സിമ്പിളായിട്ടൊരു ക്ലാസ്സാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ ഈ വീഡിയോയുമായിട്ട് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.